വെൽദവിന് വേറെ അപകടമൊന്നും പറ്റാതിരിക്കട്ടെ, ഇന്നോവ വീട്ടിൽ ചെല്ലാതിരിക്കട്ടെ എന്നുള്ള ആശംസ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ പോലെ ഞാൻ പൊതുവേ താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം ചർച്ചയിൽ വളരെ മാന്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഫ്ലാഷ് ബാക്ക്. ഞങ്ങൾക്ക് ഈ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് 1-2 വകുപ്പുകൾക്ക് പ്രവർത്തനത്തിൽ പോരായ്മയുണ്ടെന്ന് ആദ്യം മുതലേ പറയുന്നവരാണ് ഞങ്ങൾ. അതിനകത്തൊന്ന് ആരോഗ്യ വകുപ്പുണ്ട്, മറ്റൊരു വകുപ്പുണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ഈ 2 വകുപ്പുകൾ ഈ കേരളത്തിൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയ്ക്ക് ഞങ്ങൾ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ദോഷകരമായി നിൽക്കുന്നതാണ് ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോഴും 2025 ഞാൻ പറയുമ്പോൾ ഇതിന് അങ്ങോട്ട് പോകും. നീതി ആയോഗ് അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ശിശുമരണം ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ്, അമ്മമാരുടെ മരണം ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ്, ഹെൽത്ത് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും കേരളം ഒന്നാമതായിട്ട് നിൽക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ. എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസിലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. ഇവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് ഇവിടെ ലക്ഷക്കണക്കിന് ശസ്ത്രക്രിയകൾ നടക്കുന്നില്ലേ, അതിനിടയിൽ ഒരു ശസ്ത്രക്രിയ, അതിനിടയിൽ വയറ്റിൽ കത്രിക, അതിനിടയിൽ ശസ്ത്രക്രിയ, അതിനിടയിൽ വയറ്റിൽ തുണി, അതിനിടയിൽ ശസ്ത്രക്രിയ, വേറൊരു കത്രിക, അതിനിടയിൽ ചികിത്സ, വേണുവിന്റെ മരണം. ഇതൊക്കെ ലക്ഷക്കണക്കിനായ സംഭവങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ഒറ്റപ്പെട്ട 10,000 സംഭവങ്ങളാണ്. അതിനിങ്ങനെ പർവ്വതീകരിക്കണോ ജിൻഡോ? അത് വഴിയേ അറിഞ്ഞോളൂ. എം വി ഗോവിന്ദനെ പോലെ ഇതുപോലെ ഏറ്റവും തരം താണുന്ന രീതിയിൽ ന്യായീകരിക്കുന്ന ആളുകൾ കുറവല്ലേ? CPM-ന്റെ പ്രവർത്തകരും അണികളും അനുഭാവികളായിട്ടുള്ള മനുഷ്യർ തന്നെ ഈ സർക്കാരിനും ഈ വകുപ്പിനെതിരെ നിരന്തരം സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുമ്പോൾ ഇതുപോലെ ഒറ്റപ്പെട്ട ചില നേതാക്കന്മാരുള്ളതുകൊണ്ടാണ് ഈ സർക്കാർ ഇതുപോലെ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മന്ത്രിമാർക്ക് സർവ്വസന്നാഹങ്ങളും കൂടി വിരാജിക്കാൻ വേണ്ടിയിട്ട് 1-ാം നമ്പർ PR തള്ളൽ നടത്താൻ വേണ്ടിയിട്ട് സന്നാഹങ്ങൾ ഒരുക്കുകയും ശമ്പളം കൊടുക്കുകയൊക്കെ നമ്മളല്ലേ? ആ മന്ത്രിയുടെ നേതൃത്വത്തിൽ നികുതി കൊടുക്കുന്ന ഒരു പൗര ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് അതിനകത്ത് പെടഞ്ഞു മരിക്കുന്ന സമയത്താണ് 1-ാം നമ്പറാണെന്ന് പത്രക്കാരോട് തള്ളിക്കൊണ്ടിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു മനുഷ്യന്റെ കയ്യിൽ അപകടം പറ്റി ആശുപത്രി ചെന്നപ്പോൾ 63 ദിവസക്കാലം അത് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ട് 63 ദിവസക്കാലം അതിനകത്ത് മുറിവിനകത്ത് ചില്ല് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുന്ന മറ്റൊരു ആശുപത്രിയിൽ സർജറി നടത്തുമ്പോഴാണ്. എന്ത് വൃത്തികേടാണ് സാറേ! എന്നിട്ട് പറയും ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?